ഇൻട്രോയിൽ കണ്ട പോലെ 2 നോട്ട്ബുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 നോട്ട്ബുക്കാണ്. ഞാനിവിടെ A4 പേപ്പർ എടുത്ത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ 2 മാസം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ് ഒക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ള ബുക്സിന്റെ ഒക്കെ ഫ്രീ പേജസ് എടുത്ത് വെക്കുക. അപ്പൊ പിന്നെ വെക്കേഷൻ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ബുക്കൊക്കെ ഉണ്ടാക്കാം. പിന്നെ അടുത്ത കൊല്ലം പോകുമ്പോ നമുക്ക് കുറച്ച് ഷോ ഒക്കെ ഇറക്കാം. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ A4 ഷീറ്റ് 2 മടക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പേജ് ആക്കുക. പിന്നെ അതൊരു ക്ലിപ്പ് എന്തെങ്കിലും വെച്ച് ഒന്ന് സെക്യൂർ ചെയ്യുക. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും പിശിക്കരുത്. കാരണം വെറുതെ 2ാം പണി എടുക്കണ്ടല്ലോ. പിന്നെ നമുക്ക് അതിനൊരു ചട്ട സെറ്റ് ആക്കി എടുക്കാം. അതിന് നമുക്ക് പഴയ ബുക്കിന്റെ ചട്ട തന്നെ എടുക്കാം. അതല്ലെങ്കിൽ വല്ല കാർഡ്ബോർഡ് പീസ് കൊടുക്കാം. പിന്നെ ഞാനെടുത്ത ചട്ടയ്ക്ക് ഓൾറെഡി ഒരു ഹോൾ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ആ ഹോള് ഞാൻ ആ ചാർട്ട് പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോസ് കളർ ചാർട്ട് പേപ്പർ എടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. എന്റെ കയ്യിൽ ഓൾറെഡി ഒരു റോസ് കളർ റാപ്പിംഗ് പേപ്പർ ഉണ്ട്. അത് കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് മാച്ചിങ് ആയിട്ട് റോസ് ചാർട്ട് എടുത്തത്. ഇനിയിപ്പോ അത് നിങ്ങളടുത്ത് ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കണം. ചാർട്ട് പേപ്പർ തന്നെ മതി. നല്ല വൃത്തി ഉണ്ടാവും. ഞാൻ പിന്നെ നമ്മൾ നേരത്തെ ഇട്ട ഹോളിന്റെ അവിടെ ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ, അവിടെ നമ്മുടെ ചാനലിന്റെ പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ഒന്ന് ചെയ്യും. ഒന്ന് ഓവർ ആക്കിയാലും ആരും ഒന്നും പറയില്ല. കുറച്ച് കല്ലും മുത്തും ഒക്കെ ഒട്ടിച്ചോടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ട്. അപ്പൊ ആ ഹോൾ എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? ഇങ്ങനെ പേനയോ എന്തേലും ഒക്കെ വെക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ബുക്കിന്റെ പ്രോസസ്സും ഏകദേശം ഒക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വെട്ടിയെടുത്ത 3 പീസും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ബ്രൗൺ പേപ്പറാണ്. അതിന്റെ 3 സൈഡ് മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാൻ പറ്റുള്ളൂ. 4ാമത്തെ സൈഡ് ഇതാ കാണുന്ന പോലെ ഒന്ന് മടക്കാനുള്ളതാണ്. അപ്പൊ അത് അവിടെ ഒട്ടിക്കണ്ട. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, ആ ഭാഗം മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതിന്റെ ഉള്ളിലെ വൃത്തികേടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വിട്ട പോർഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിസൈൻ വരച്ചെടുക്കും. ഞാനിവിടെ സിമ്പിൾ ആയ ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതുപോലെ തന്നെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വരയ്ക്കാം. അപ്പൊ അത് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മടക്കി. പിന്നെ അതിന്റെ മേലെ വെക്കാൻ വൈറ്റ് പേപ്പറിൽ അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുത്തു. അത് നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചെടുത്ത് ഒട്ടിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട പേജസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി അതേപോലെ തന്നെയാണ്. അതാണ് പിന്നെ ഞാൻ അത് കാണിക്കാതിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ ഒട്ടും പിശിക്കരുത്. പിന്നെ ഇതിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാക്കുന്നൂലുകൊണ്ട് ഞാനൊരു ബോണ്ട് ആക്കിയിട്ട് അവിടെ വെച്ചുകൊടുക്കുന്നത്. തന്നെ അടിപൊളിയായി എന്നാണ് എന്റെ ഒരു ഈ ഒരു സാധനം എന്റെ കയ്യിലുണ്ടായിരുന്നത്. നോക്കിയപ്പോ ഇതിന് നല്ല മാച്ചിങ്. അപ്പൊ പിന്നെ ഞാൻ അതും വെച്ചുകൊടുത്തു. പിന്നെ നോട്ട്ബുക്കിൽ പേര് എഴുതണല്ലോ, അതിന് ഞാൻ പുതിയ യൂസ് ചെയ്തിട്ടുള്ള ബ്രൗൺ പേപ്പറിന്റെ തന്നെ ഒരു പീസ് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലും നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ബുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ബുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.